സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണ് ഇത്. ആദ്യം നമുക്ക് ഈ പച്ചരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 4 വേണം. അതുപോലെ തന്നെ ഒരു നുള്ള് ജീരകം, പിന്നെ ഏലക്ക ഒരു 4, അതുപോലെ തന്നെ ചെറുപഴം 3. പിന്നെ വേണ്ടത് ഒരു പിടി തേങ്ങാക്കൊത്താണ്. തേങ്ങ നല്ലപോലെ വറുത്തെടുക്കണം, വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കണം. ഇനി നമുക്ക് ആദ്യം പച്ചരി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കയുടെ തോല് കളഞ്ഞിട്ട് അതും, പിന്നെ ചെറുപഴം, അപ്പം ഞാൻ 3 എടുത്തിരുന്നത്, 2 മതി. 2 ചെറുപഴം, ശർക്കര എല്ലാം പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. നല്ലപോലെ നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ അരച്ചെടുക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് മിക്സ് ചെയ്യാം. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അതിൽ വരുന്ന ബാക്കി തന്നെ എണ്ണ മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്തിരുന്ന ഉണ്ണിയപ്പച്ചട്ടി തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുഴികളിൽ മുകളിലായിട്ട് എണ്ണ നിർത്തിയിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ. വെളിച്ചെണ്ണ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കുഴികളിലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. വീണ്ടും മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം.
ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 മണിക്കുള്ള ചായക്കൊക്കെ ഉണ്ണിയപ്പം കൂട്ടിയിട്ട് ചായ കുടിക്കാം. അപ്പോൾ ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ണിയപ്പം ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഉണ്ണിയപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ പലഹാരങ്ങളും വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.